എവിടെ പോയി ഇപ്പുറത്ത് വേണൊക്കെ കണ്ണാണില്ല പറഞ്ഞില്ല എന്നോട് ഞാൻ ഇപ്പുറത്തേക്ക് നോക്കാൻ പറ്റില്ല കഴുത്തിരിക്കാൻ പറ്റാണ്ട് എന്തു പറ്റി പറ്റിയൊന്നും പറയണ്ട ഞാൻ ആടിന്റെ പിന്നാലെ അതിനെ പിടിക്കാൻ വേണ്ടിട്ട് വെട്ടി തിരിഞ്ഞാണ് പറയണ്ട ആടിനാ എന്താ പറ്റിയാന്നിട്ട് പറ്റിയത് എന്ന് പറഞ്ഞാലേ കഴുത്ത് ഉളുക്കിയതാണ് അത് കയറ് പിടിച്ചിട്ട് വീട് അതിന്റെ പിന്നാലെ ഓടാൻ നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞ് ഇടഞ്ഞ് അങ്ങോട്ട് ഇതായി ഒന്നും പറയണ്ട അപ്പൊ എക്സ്റേ ഒക്കെ എടുത്ത് അത് ഗുണമൊന്നും ഉണ്ടായില്ല എന്താ എക്സ്റേയിലൊന്നും ഉണ്ടായില്ലേ അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ അത് അറിഞ്ഞെങ്കിൽ അത് എടുക്കണ്ടായിരുന്നില്ലല്ലോ അത് എടുത്തു നോക്കിയാലല്ലേ അറിയുള്ളൂ എന്താ ഉണ്ടാവണെന്ന് അതെ അതെ ഇപ്പൊ എടുത്തു നോക്കി ഇത് ആന്റിബയോട്ടിക് ആണ് തരണത് അല്ല എനിക്കല്ലേ ആരാ തരണേ അതല്ല ഇക്കാക്കാ തരണത് ഗുളിക ആന്റിബയോട്ടിക് ആണ് കൃത്യമായിട്ട് കഴിക്കണോന്ന് അത് കഴിക്കൂ കിട്ടിയ കഴിക്കാലോ 2 ടൈപ്പ് ഗുളികയുണ്ട് ഒരെണ്ണം 2 നേരം 1 വീതം ഞാനിവിടെ എഴുതണുണ്ട് 2 നേരം 1 വീതം അതായത് കാലത്തും പിന്നെ രാത്രിയും അപ്പൊ ഉച്ചക്കോ ഉച്ചക്കില്ല ഉച്ചക്ക് എഴുതിയിട്ടില്ല ഇത് ഭക്ഷണത്തിന് ശേഷം ഇപ്പൊ ഭക്ഷണം ഉണ്ടായാ മതി ഈ ഗുളിക ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം ഒരെണ്ണം ഉച്ചക്കില്ല ഉച്ചക്ക് വെള്ളം കുടിച്ചോ ഇതിൽ എഴുതിയിട്ടില്ല വെള്ളം നല്ലോണം കുടിച്ചോ വെള്ളം കുടിക്കണ്ടല്ലോ വന്നോടത്തന്നെ അങ്ങോട്ട് വെള്ളം കുടി തന്നെ വെള്ളം കുടി മുട്ടിയെന്ന് പറഞ്ഞാ എന്നാ ശരിട്ടോ ഇതെവിടെ പോയാ എവിടെ ഈ ചക്ക നടക്കങ്ങട് തെരഞ്ഞാലും എന്നോട് ഞാൻ പറഞ്ഞില്ലേ വലത്തു ഭാഗത്ത് വെക്കണത് ഹലോ ആളെയാ ഞാൻ വിളിച്ചതേ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിലെ മറ്റേ അമോക്സിലിനും ജെൻഡാമൈസിനും പരിശോധനയ്ക്ക് വിട്ടിട്ട് റിസൾട്ട് വന്നായിരുന്ന അയ്യോ ആന്ന് ഇവിടെയും ഡോക്ടർമാർ അത് തന്നെ കുറിച്ച് വിടണ ഞാനാണ് എല്ലാവർക്കും എടുത്ത് കൊടുക്കണമുണ്ട് ഇതിന് ഗുണനിലവാരം ഉണ്ടായില്ല എന്ന് എങ്ങനെ അറിയാനാണ് ആളുകൾ മേടിച്ചോണ്ട് പോയി കഴിക്കണ്ട് ആയുസിന് വിലയുള്ളവൻ ജീവിക്കും അല്ലാത്തവൻ കിടന്നു പോവും ഞാനിപ്പോ തന്നെ പല്ലുവേന വന്നിട്ട് 2-3 ദിവസമായി പേടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഒറ്റ ഗുളിക എടുത്ത് കഴിക്കണില്ല ഇതിനൊക്കെ ഗുണനിലവാരം ഉണ്ടായില്ല എന്ന് അറിഞ്ഞൂടല്ല നമ്മെന്തിനാ വെറുതെ പാഴ് കെട്ടി ചാകാൻ നിൽക്കുന്നത് ശരി ഞാൻ വിളിക്കാം കേട്ടാ ഓക്കെ എന്നാ വെറുതെ കൊണ്ടുപോയി വയറ് നിറച്ച് തിന്നെയാണ് ഒരെണ്ണത്തിനും ഗുണനിലവാരം ഇല്ലെന്നാണ് റിസൾട്ട് കാല് ഊന്നാൻ പറ്റുന്നുണ്ട് ദുഷ്ടൻ കണ്ണു ചോറില്ലാത്ത ആര് ആ കമ്പൗണ്ടർ നമ്മൾ ആണി കയറി പഴുത്തിട്ടല്ലേ വരുന്നത് ഒരു മനസാക്ഷി വേണ്ടേ അതിനെ പിടിച്ച് കീറിയിട്ട് പീച്ചിട്ട് ആ ചെലൊക്കെ കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ആ പഞ്ഞി കയറ്റി തിരികിട്ട് ജീവൻ പോയി വൃത്തിയാക്കി ഡ്രസ് ചെയ്താലേ മുറി ഉണങ്ങൂലൂ രാഘവട്ടന അത് പറയാ വേദന തിന്നത് ഞാനല്ലേ ഇനി ഈ മുറി ഞാൻ ഒരുത്തനെ കൊണ്ടും തൊടിയിക്കില്ല ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം നീ ക്ലീൻ ചെയ്ത ഈ മുറി പഴുക്കും ഇനി പഴുത്താൻ ഞാൻ വരില്ല എനക്ക് സിസ്റ്റർ എവിടെയാണ് ഇന്ന് ജുനൈദ് ഡോക്ടർ ഇല്ലല്ലോ അവിടെ തിരക്കൊന്നുമില്ലല്ലോ അതെ ഇപ്പൊ ഇവിടെ ആരുമില്ല ഇങ്ങോട്ട് വന്നാലേ നിന്റെ മുഖത്ത് ഒരു കരിമംഗലം പോലെയുള്ള പാടില്ലേ അതിനിവിടെ വിറ്റാമിൻ ഡി ഗുളികയുണ്ട് അത് പൊട്ടിച്ച് രാത്രി ഒന്ന് തേച്ചാൽ മതി അത് മാറും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാനും കൊണ്ട് ഒരു 5 ലിറ്റർ മറ്റേ സാനിറ്റൈസർ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്ന് പുള്ളി ഇല്ലാത്തപ്പോഴേ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതാ പുറത്ത് സ്റ്റേഷനറി കടയിൽ നിന്ന് 5 ലിറ്ററിന്റെ ഒരു ക്യാൻ മേടിച്ചോ അതേതോ പടകൾ വന്നുണ്ട് ഞാൻ വിളിക്കാം മരുന്ന് ചീട്ട് എവിടെ ടീറ്റി എടുത്തായിരുന്നാ കാലിലേ പണിയൊക്കെ ഇപ്പൊ ഒരു ആണി കയറി അപ്പൊ അത് തീറ്റി അടിച്ചാൽ മതി വെച്ചിട്ട് വന്നതാ വേദനക്കുള്ള ഗുളിയുണ്ടായില്ലേ വേദനക്കുള്ള ഗുളിയുണ്ട് ആന്റിബയോട്ടിക്കും ഉണ്ട് കൃത്യമായിട്ട് കഴിക്കണം 1 വീതം 2 നേരം ഭക്ഷണത്തിന് ശേഷം ഇത് 1 വീതം 2 നേരം ആഹാരത്തിന് മുമ്പ് ഇനി ഇതില് ഈ മുറിയിലെ പുറത്തുള്ള ഓയിൽമെന്റ് കിട്ടും ഓയിൽമെന്റ് അല്ല ഓയിൻമെന്റ് അതന്നെ തന്നെ അത് എഴുതിയിട്ടുണ്ട് എടുത്തു തരാം ഇപ്പൊ ഇങ്ങോട്ട് എന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാ പോരെ
ഇത് കഴുകി വൃത്തിയാക്കിട്ട് പൊട്ടണം. കുറച്ചാൽ മതി. ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് ഡോക്ടറെ കാണാം. 5 ദിവസം 5 ദിവസം. ആ ഓ കഴുത്തിന്റെ ഒരു വശത്ത് വേദനയായിട്ടാണല്ലോ ഇപ്പൊ പോയത് ആശുപത്രിയില്. അപ്പൊ അത് 2 വശത്തേക്കും വേദനയായിട്ടുണ്ട്. എടോ വല്ലതും തിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ആ പട കഴുത്ത്. ആ അജയ് ഇല്ല വേറൊന്നുമില്ല. ആ ഇനിയിപ്പോ എന്താ സ്ഥിതിന്നൊന്നും അറിയില്ല. ഞാൻ വിളിക്കുന്നുണ്ട് ചോ. ആ എന്നാ ശരി, എന്നാ വെച്ചോ ചോ. ആ എവിടെ പോന്ന്? എന്തു പറ്റി? എന്താ രതീഷാണ് അല്ലേ? ഒന്നും പറയണ്ട എന്റെ മോനെ. എന്റെ കഴുത്തിന്റെ ഒരു വശം വേദനയായിട്ട് ആശുപത്രിയിൽ പോയതാണ് ഞാൻ. അപ്പൊ അവര് അന്ന് മരുന്നൊക്കെ കഴിച്ചപ്പോ ആ കഴുത്തിന്റെ 2 വശത്തും വേദന. ഇടവും വല്ലതും തിരിക്കാൻ പറ്റണില്ല. എന്നാ ഞാൻ പോട്ടെ. ശരി ശരി. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. എന്നാ ശരി, പിന്നെ കാണാം. അല്ലാ ഞാൻ വരുന്നു. ആ എന്താ നീ പറയാ? എന്താ അല്ല ഇക്ക എന്ത് വടി പിടിങ്ങല്ലോ നടക്കുന്നേ? ആരാത്? ചക്കരയാണ്. ആ ചക്കരയാണെങ്കിലും പഞ്ചാരയാണെങ്കിലും ഇങ്ങോട്ട് മുമ്പിലേക്ക് പോയോ? ആളെ കാണാനില്ല. ആ ഇയ്യാ അത് ശരി. ഞാനേ എന്റെ കഴുത്ത് ഇപ്പൊ ഇടവും വല്ലതും തിരിക്കാൻ വയ്യ മോനെ. ഓ കാരണം ഇപ്പൊ ഇങ്ങനെ നോക്കിട്ടാ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്തേലും ഉണ്ടെങ്കിൽ ഇങ്ങനെ മുഖത്ത് നോക്കിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കണം. മനസ്സിലായാലത്തെ? മനസ്സിലായി. ആ ഈ എവിടക്കാ പോണേ? ഞാൻ വീട്ടിലേക്ക്. ആ എന്നാ പോയിക്കോ. ഇപ്പൊ കുറവുണ്ടോ? ആ കുറവുണ്ട് ഇപ്പൊ. കഴുത്തിന്റെ ഒരു എല്ല് കുറവുണ്ട്. ശരി ശരി. ആ ഇതൊക്കെ കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയണ്ടത്. പറയണ്ട. വാ പോയേക്കാ. ആ എന്തുണ്ട് വിശേഷം? അല്ല വിശേഷം ചേരാ. വിശേഷമൊക്കെ ഇപ്പൊ തന്നെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വയ്യ. ആൾക്കാർക്ക് ഇപ്പൊ അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയണം. എന്തെന്നാ ഇപ്പൊ ഇതിനൊക്കെ പറയും. ആ എന്തൊക്കെയുണ്ട് വിശേഷം? കാണാനില്ലല്ലോ. വിശേഷം 10-ാം മാസം അടുത്ത് നിന്നിട്ട് കാണാല്ലേ? എവിടുന്ന വരണേ? ഇതെന്താ ഇങ്ങനെ? അങ്ങനെ മനുഷ്യന്റെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത സമയത്ത് ഒരു 150 ആൾക്കാർ 1500 ചോദ്യമായിട്ട് കണ്ട കാലമായി ഞാൻ ധ്യാനം നടക്കണ്. ഒരു ഹമുക്കിനും ഒരു കാര്യം ചോദിക്കാണ്ടായില്ല. ഇപ്പൊ ചോദ്യങ്ങൾ അതും പുറകിൽ നിന്നിട്ടേ. അതേ ഈ എന്നോട് ഇനി വിശേഷം ചോദിക്കാൻ കണ്ട അത് പറയാനുള്ള നേരക്കല്ല. എന്റെ കഴുത്ത് ഉളുക്കിയിട്ടാ നിൽക്കണേ. ഞാൻ ഒന്നും ചോദിക്കണ്ടായി. ആ ഒരക്ഷരം എന്നോട് ചോദിച്ചു പോരുത്. എന്താ വട്ടായ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നല്ലോ. നടന്നു പോവാൻ നിന്ന് ഓട്ടോറിക്ഷയിൽ കുത്തി കുലുങ്ങി കഴുത്തുവാന കാരണം പോവാൻ പറ്റാത്ത കാരണമാണ്. അപ്പൊ നടന്നു പോകാനും സമ്മതിക്കണില്ല ഹംകിങ്ങള്. 100,000 ചോദ്യമായിട്ട് ഇറങ്ങിയേക്കുക. എന്തപ്പോ ഇവർക്ക് എന്റെ വിശേഷം അറിഞ്ഞിട്ടാണാവോ? എന്റെ ഡോക്ടറെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? ഇതിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്രിക അകത്ത് പോകുന്ന ആദ്യത്തെ കാര്യമൊന്നും അല്ലല്ലോ ഇത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തപ്പോ ഗ്ലൗസ് പോയിട്ടുണ്ട്, പിന്നെ സൂചി പോയിട്ടുണ്ട്, നൂല് പോയിട്ടുണ്ട്, എന്തോരോ സാധനങ്ങൾ അകത്ത് പോയിട്ടുണ്ട്. എന്റെ ഡോക്ടറെ ഇങ്ങനെ പേടിക്കല്ലേ. ഏറി വന്ന ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ. ഡോക്ടറെ അതങ്ങ് ചെയ്താ മതി. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഞാൻ വിളിക്കാം. പേഷ്യന്റ് എന്താ പേര്? പേര് കോയാന്നാണ്. പോയ വയസ്സെത്ര? വയസ്സ് 68. എന്താ പ്രശ്നം? എന്റെ പ്രശ്നം നിന്നെ കണ്ടിട്ട് മനസ്സിലാവില്ല നിങ്ങക്ക് സാറേ. നിങ്ങളെ കണ്ടിട്ട് ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നണില്ലല്ലോ. അപ്പൊ അതിന്റെ കഥ ഞങ്ങളോട് പറഞ്ഞുതരാം. എന്റെ ഈ കഴുത്ത് ഈ വശത്തേക്ക് എന്റെ വലത് വശത്തേക്ക് ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ പെടല് തിരിക്കാൻ പറ്റാണ്ടായിപ്പോയി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ ഓർത്തോ ഡോക്ടറിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ? കണ്ട് മരുന്ന് തന്നിട്ട് മരുന്ന് തന്നില്ലേ? മരുന്ന് തരികയും ചെയ്ത ഞാൻ കഴിക്കുകയും ചെയ്തു. കഴിച്ചില്ലേ? പിന്നെ എന്താ പ്രശ്നം? പിന്നെയുള്ള പ്രശ്നമാണ് നിങ്ങൾ കേൾക്കണ്ടത്. ഗുളിക കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പൊ ഈ അടങ്ങറൊക്കെ ഉണ്ടായത്. ഇപ്പൊ ഞാൻ അന്വേഷിച്ച് വിളിച്ച് ഇവിടെ വന്നപ്പോ മൂപ്പര് ഇപ്പൊ ഒന്നും ഇല്ലാത്ത ദിവസം ഇവിടുത്തെ ഓർത്തോ ഡോക്ടറെ ഇവിടെ ഇപ്പൊ ഒന്നും ഇല്ലാത്ര. മൂപ്പര് ഇവിടെ ഇല്ല എന്നുള്ളത് ഞാൻ ഓർത്തുമില്ല. ഓർത്തോ ഡോക്ടർ ഇവിടെ ഇല്ല.
ഇല്ല ഇപ്പൊ ഒന്നും ഇല്ല അവിടെ. ആ ഞാനത് ഓർത്തില്ല. ഓർത്തോ ഡോക്ടർ വീട്ടിൽ ഇന്ന് എന്തോ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ആള് നാളെ വരത്തുള്ളൂ കേട്ടോ. വെറുതെ അല്ല മൂപ്പരുടെ ഇതിന്റെ മുമ്പിൽ ഓർത്തോന്ന് എഴുതി വെച്ചേക്കണ്. നമ്മളൊക്കെ ഓർത്തോട്ട് വെച്ചിട്ടാവും. ഈ ഓർത്തോ ഡോക്ടറെ അന്ന് കണ്ടപ്പോ എക്സ്റേ എടുത്തായിരുന്നോ? എക്സ്റേ ഉണ്ടോ? അത് വല്ലതും ഉണ്ടോ? എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്റേ ഇവിടെ ഇല്ല. ഇവിടുത്തെ മ്യൂസിയം എന്താ ലിവറും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പുറത്തുനിന്ന് എടുത്തോണ്ടെന്ന് ഞാൻ. ഇവിടുത്തെ ലിവർ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ മ്യൂസിയന്റെ ലിവറിന്റെ കഥ കേൾക്കാനല്ല ഞാൻ വന്നത്. എന്റെ ഈ കഴുത്തിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം ചെയ്യേ. എന്നാ ഓർത്തോ ഡോക്ടർ എഴുതുന്ന മരുന്നൊക്കെ കഴിച്ചോ? മരുന്നൊക്കെ കഴിച്ചപ്പോ അത് കഴിച്ചപ്പോ സകലം നീര് വരികയാണ് ചെയ്തത്. കഴിച്ച മരുന്ന് കയ്യിലുണ്ടോ? കഴിച്ച മരുന്ന് എങ്ങനെ കയ്യിലുണ്ടാവുക? വയറ്റിലല്ലേ. അതല്ലടോ ഈ ഡോക്ടർ എഴുതുന്ന അതിന്റെ തുണ്ടോ അതിന്റെ ഗുളിക? അതുണ്ട്. ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങെടുക്ക്. ഇതിപ്പോ എങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ ആയത്? ഞാനിക്ക് കുറച്ച് ആടും കോഴിയൊക്കെ ഉള്ളതാണ്. ഞാൻ ഈ ആട് കയറ് പൊട്ടിച്ച് അങ്ങോട്ട് ഓരോ ഓട്ടോ ഓടിയപ്പോ അതിന്റെ കയറ് പിടിച്ചൊരു വലിക്കല് ഒരു വെട്ടിക്കല വെട്ടിന്റെ കയത്തങ്ങോട്ട് തിരിഞ്ഞ് സാറേ. ഈ വലത് വശത്തേക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റാത്തത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച്. ഇത് ജെൻഡോമൈസിനാണ്. ഇത് തന്നെ നിങ്ങളുടെ ഈ ഇതിനെ വയ്യായിക്ക് അത് എഴുതിയിട്ടുണ്ട്. ഇതങ്ങ് കഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോ കഴിക്കാനൊന്നും ഇനി പറ്റില്ല. ഈ മരുന്ന് മാറിപ്പോയിണ്ടെന്നാണ് എന്റെ ബലമായ സംശയം സാറേ. നിങ്ങൾ അതെ ഇതിപ്പോ ഒരു ഡോക്ടർ എഴുതുന്ന മരുന്നാണ്. നിങ്ങൾ അതിനാണ് ഈ കുറ്റപ്പെടുത്തണേ. അല്ല ഇപ്പൊ ഇക്ക അസുഖം ഉണ്ടെങ്കിൽ ഞാൻ പറയണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടെന്താ ഈ മരുന്നിന് കുഴപ്പമുണ്ടെന്നോ? മരുന്ന് കുഴപ്പമുണ്ട്. അതിനല്ലേ ഇപ്പൊ ഞാൻ വന്ന് പറയണ നിങ്ങളുടെ അടുത്ത്. അതെ ഈ മരുന്ന് എവിടെന്നാ വന്നതെന്നറിയോ? നിങ്ങൾ ആരാനെ കുറ്റപ്പെടുത്തണെന്നറിയോ? ഞാൻ കുറ്റപ്പെടുത്തല്ലേ, എന്റെ അസുഖം പറഞ്ഞല്ലേ. അതല്ല, നിങ്ങൾ അറിയണം. കോവിഡ് വന്ന സമയത്ത് 15 ലക്ഷം ലിറ്റർ എത്ര 15 ലക്ഷം ലിറ്റർ സാനിറ്റൈസർ ഉൽപ്പാദിപ്പിച്ച് 100 കോടി രൂപ സർക്കാരിന് ലാഭം ഉണ്ടാക്കി കൊടുത്ത കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന മഹാസ്ഥാപനത്തിനെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. കുറ്റപ്പെടുത്തു പറഞ്ഞ എന്റെ വയ്യായികയാണ് ഞാൻ പറഞ്ഞത്. അതൊന്നുമല്ല. ഇതിപ്പോ ഈ മരുന്നിന് ഒരു കുഴപ്പമുണ്ടായ പിന്നെ ഈ ഗോവയിൽ നിന്ന് കുറച്ച് മരുന്നുകൾ വരുന്നുണ്ട്. അതിലുള്ള ഏതെങ്കിലും ആണോ ഇതിന് പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പോ ഈ മരുന്നിന്റെ കഥ അറിയാൻ ഞാൻ ഇപ്പൊ ഗോവ വരെ പോണോ? നിങ്ങൾ കാര്യം ചെയ്യേ, ഇത് ഈ ബാക്കി മെഡിസിൻസ് കൂടെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് മാറിയില്ലെങ്കിൽ നമുക്കൊരു പരാതി കൊടുക്കാം. എന്റെ സാരഥിക്ക് കഴിക്കാൻ പറ്റൂല. അത് കഴിച്ചക്ക് വയ്യാണ്ടാവുകയാണെന്ന് എന്താ പറഞ്ഞാ മനസ്സിലാവാ? നിങ്ങൾക്ക് ഈ മരുന്നിനെതിരക്ക് പരാതി ഉണ്ട്. ഞാൻ ഇവിടെ അതിന് പരാതി തരും. രേഖാമൂലം പരാതി എഴുതി. രേഖാമൂലം നിങ്ങൾ എഴുതിക്കോളി. ഞാൻ എഴുതൂല. നിങ്ങൾ പരാതി എഴുതി ഈ മെഡിസിൻസും ബാക്കി അതിന്റെ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഞാൻ ഇത് ഇവിടുന്ന് ലാബിലോട്ട് അയച്ചിട്ട് അതിന്റെ റിസൾട്ട് എന്താന്ന് വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇനിയിപ്പോ പരാതിയായിട്ട് വരാം. അല്ല അപ്പൊ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കോടികൾ കിട്ടിയിട്ടുള്ള കമ്പനി വെച്ചിട്ട് ഞാൻ അത് സഹിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കൊന്നും എന്നോട് പറയാനില്ലല്ലോ. അല്ല ഞാൻ തിരിഞ്ഞു നടക്കുമ്പോ വിളിച്ചൊന്നും സംസാരിക്കരുത്. തിരിയാൻ വയ്യാട്ടോ, അതുകൊണ്ടാണ്. എന്നാ ശരി. അല്ലാ എന്താ ഇതിന്റെ ഒക്കെ ഒരു വാർത്ത. ഹലോ ഹലോ. അപ്പൊ നിങ്ങളോടല്ലേ ഞാൻ. ഹലോ. ഇപ്പൊ കേക്കാവോ? ഇല്ല ഇന്ന് വൈകിട്ട് നടക്കില്ല. ആളടങ്ങാക്കാൻ വേണ്ടി നാളെ ആക്കാം. ശരി. ഓക്കെ ഡോക്ടർ. അയ്യോ കാലൂന്നാൻ പറ്റില്ല. അയ്യോ സാറേ. അയ്യോ എന്താ ചെരുപ്പെടുത്ത് മാറ്റുള്ളൂ? കാലിറക്കി നോക്കി. എന്താ ഡോക്ടർ അപ്പുറത്താണ്. കാല് താഴ്ത്തു വെക്ക്. കാലിങ്ങനെ താഴ്ത്തു വെക്കുമ്പോഴേ ചുളുന്ന് കുത്ത മുകളിലേക്ക് കയറ്റി വെക്കുമ്പോ ഒരു സമാധാനം. ഇത് മരുന്ന് കൊടുക്കുന്ന സ്ഥലം. നിങ്ങൾ ഡോക്ടറൊക്കെ ആണ്. അല്ല ഞാൻ മരുന്ന് വാങ്ങാനാണ്. അന്ന ചീട്ട് കൊണ്ടാ. ഇത് 3 ദിവസം മുമ്പ് വന്നപ്പോ എഴുതിയ ഗുളിക കേട്ടോ. ഈ ഗുളിക വേണ്ട, വേറെ ഗുളിക വേണം. അതിന് വന്ന. അല്ല ഇത് മരുന്ന് തന്നിട്ടുണ്ടല്ലോ. അതെ, ഡേറ്റ് ആയില്ലല്ലോ. അതല്ല ഈ ഗുളിക ശരിയല്ല. അത് ഞാനേ കാലിലൊരു ആണി കയറിയിട്ട് ഒരു ചെറിയ പഴുപ്പായപ്പോ ഇവിടെ വന്നതാണ്. ടീറ്റി അടിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ കമ്പൗണ്ടർ അത് ഇങ്ങോട്ട് കീറിയിട്ട് അതിന്റെ ഉള്ളിൽ പഞ്ഞി വെച്ച് തിരികെ ഒരു ഓട്ടയാക്കിയിട്ട് അതിൽ മരുന്ന് വെച്ച് കെട്ടി. ഡോക്ടർ എന്നിട്ട് ഈ മരുന്ന് എഴുതിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാനാ പറഞ്ഞത്. പക്ഷെ ഇതിലിട്ട് ആ ഗുളിക കഴിച്ചിട്ട് ഇന്നിപ്പോ 3 ദിവസമല്ലേ ആയുള്ളൂ.
എന്റെ കാല് കുത്തി പഴുത്തിട്ട് ചപ്പാത്തി വട്ടത്തിലായി ഇപ്പൊ താഴെ തൂന്നാൻ പറ്റുന്നില്ല. അതെ ഒച്ചയെടുക്കണ്ട, നിങ്ങളൊരു പണിയെ ഡോക്ടറെ കണ്ട് പറ. അപ്പൊ ഡോക്ടർ വേറെ എന്തെങ്കിലും സംവിധാനം എഴുതി തരും, അപ്പൊ ഞാനത് തരാം. അത് മറ്റേ കാലും നീര് വന്നു സാറേ. അതെ, ഈ കാലിനെന്റെ മുറി ആ ഗുളി കഴിച്ചപ്പോ ഈ കാലിന് നീര്. അല്ല നീ ഗുളികക്ക് കുഴപ്പമൊന്നുമില്ല. കഴിച്ചാണല്ലോ വയറിങ്ങനെ സ്തംഭിച്ചു വന്നിട്ട് ഒരു എരിപിരി സഞ്ചാരം, പിന്നെ ഉറക്കൂല്ല. അതെ, നിങ്ങൾ ഉറക്കില്ലെങ്കിൽ ഉറക്ക ഗുളിക എഴുതി തരും ഡോക്ടർ, പറഞ്ഞാ മതി. ഇത് അമോക്സിലിനാണ്. ഇത് ഈ പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് കഴിച്ചാലേ അത് ഭേദമാകുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളത് മുഴുവനായിട്ട് കഴിച്ചോ. ഞാൻ കഴിക്കില്ല, ആ ഗുളികക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ സാറേ? എനിക്കൊരു സംശയം, എന്തേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനല? നിങ്ങൾക്ക് എന്താ തലക്ക് വെളിവില്ല? ഭ്രാന്ത് പറയണേണ. ഇത് സർക്കാർ അംഗീകൃത ഗുളികയാണ് നമ്മൾ തരണത്, അല്ല നമ്മൾ മേടിച്ചുണ്ടെന്ന് വെക്കണല്ല. നിങ്ങളെ ഡോക്ടറെ കാണിച്ചല്ലേ? അതൊരു കാര്യം, ഡോക്ടറെ കാണിക്കാതെ ഇതേ മരുന്ന് വേറെ കമ്പനിയുടെ നല്ലതുണ്ടാവില്ല, അത് തരുമോ? ചേട്ടാ എനിക്ക് അങ്ങനെ തരാനൊക്കില്ല. ഡോക്ടറെ എഴുതുന്ന ഗുളികളെ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഡോക്ടറെ കാണിച്ചല്ലേ? ഡോക്ടറെ ഞാൻ കാണുന്നില്ല, ഇതാണ് മാറ്റി. ഞാനേ വേറെ ഡോക്ടറെ കാണാൻ പറ്റുമോ? ശരി മനുഷ്യനെ എന്തൊരു ഭ്രാന്താണ് ഇതൊക്കെ. ഗുളിക വേറെ കൊടുക്കാൻ. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ, ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ, പിന്നെ ആശുപത്രി. നമ്മളെ പരിശോധിച്ചാൽ ഒരു 90% ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാ. അയ്യേ, ശതമാനമല്ലേ സകുന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. സമയം കളയാതെ മരുന്നിന്റെ പേര് പറയും. എന്നാലേ ആശുപത്രി കോഡ് ആദ്യം എഴുതിക്കോ. പറ. 9615. ഓ എന്റെ അമ്മ. 9615 മരുന്ന്. ആംബിസിലിൻ. കണ്ടന്റ് കുറഞ്ഞ മരുന്ന് അമിറ്റസിൻ. എന്തെന്ന്? കണ്ടന്റ് കുറഞ്ഞ മരുന്ന് അമിറ്റസിൻ. അത് വേറെ രജിസ്റ്ററിലല്ലേ? ചെയ്യാം. നീ ചായ കുടിച്ചിട്ട് എഴുതാം. ചായ കുടിക്കില്ല ഇപ്പൊ മെയിൻ. ചായയും പഴംപൊരി തണുത്താ പിന്നെ കഴിക്കാൻ പറ്റൂല. ഇത് പിന്നെ എഴുതിക്കൂടെ? ഇത് ഇവിടെ ഇല്ലേ? ഇങ്ങോട്ട് പോകണ്ടോ? കറക്റ്റാ. പഴംപൊരി തണുത്താ കൊള്ളില്ല. ചായ കൊള്ളൂല. നല്ല ഗുണനിലവാരമുണ്ട്. അടിപൊളിയാ. ഇങ്ങനെ ആക്കം പോലെ പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ സ്ഥാപനം തന്നെ ഇത്. അതെ, ആ ടെസ്റ്റുകളുടെ റിസൾട്ട് ഒക്കെ എത്രയും പെട്ടെന്ന് അയക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെ ചായ കുടിച്ചിരുന്നാ മതിയോ? ചെയ്യുന്നുണ്ട് സാർ. ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ. മരുന്നിന്റെ കാര്യമാണ്, ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേ? എന്റെ ഫോണിൽ നിന്ന് വിളിയോട് വിളി. ഭരണപക്ഷക്കാര്, പ്രതിപക്ഷക്കാര്, പിന്നെ ആരോഗ്യവകുപ്പ് എത്ര സംഘടനകളുണ്ടോ അത്ര സംഘടനകളും വിളി. ഞാൻ അവസാനം എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. സാറിന് പറഞ്ഞൂടെ ഇവിടെ സ്റ്റാഫ് കുറവാണെന്ന്? സ്റ്റാഫ് കുറവാണെന്നുള്ള കാര്യം അവർക്കും അറിയാലോ, പിന്നെ അത് പറഞ്ഞിട്ടെന്ത് കാര്യം? അതാ. പെട്ടെന്ന് ചെയ്യട്ടാ. ഈ പഴംപൊരി ഇനിയുണ്ടോ? കടിച്ചതാ. അല്ല, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. അതും